ഉണ്ടാക്കാൻ പോകുന്നത് ആലു പൊറോട്ടയാണ്. അതായത് ലഞ്ചായിട്ടും കഴിക്കാം, ഡിന്നറായിട്ടും കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അപ്പൊ ഞാനിന്ന് ലഞ്ചാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനുള്ള സാധനങ്ങൾ എന്തെല്ലാം, അതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആലു നന്നായിട്ട് വേവിച്ചിട്ട് സ്മാഷ് ചെയ്തെടുത്ത ആലു, പിന്നെ സവാള 2 വലുത് സവാള എടുത്തിന്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, ഇതൊക്കെ ഇതിന്റെ സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ കാണിച്ചു തരാം. തവ വെച്ച് ഗ്യാസ് ഓണാക്കിയ സവാള വഴറ്റേണ്ട ഓയിൽ, തേങ്ങ, ഇതിനി ഒന്ന് ചൂടാവട്ടെ, എണ്ണയൊന്ന് ചൂടാവട്ടെ. ശകലം ജീരകം, ജീരകത്തിന്റെ ആവശ്യമില്ല, പക്ഷെ ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ജീരകം ഇടും. ജീരകം പൊട്ടുന്നുണ്ട്. ജീരകം പൊട്ടിക്കഴിഞ്ഞ് അപ്പൊ ഇനി സവാള ഇടുന്നത്, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം ഒപ്പരം തന്നെ അങ്ങ് വഴറ്റ എണ്ണയിൽ. ശകല ഉപ്പ് നോക്കി ചെയ്താ, ഇത് ഉള്ളി സവാള ഒന്ന് വേഗം ചോക്കാൻ വേണ്ടി ഇടുന്നതാണ്. ആയി വരുന്നുണ്ട്, ഏകദേശം ആയി വരുന്നുണ്ട്. ഇതിലേക്ക് ശകലം മഞ്ഞപ്പൊടി, ശകലം മുളക് പൊടി, ഏകദേശം സവാളയെല്ലാം ഒന്ന്. ഇതിലേക്ക് ഈ ആക്കിയ ഉരുളക്കിഴങ്ങ് അങ്ങ് തട്ടുക, ഇതിനെ നല്ലോണം യോജിപ്പിക്കുക. ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലേൻ്റെയും ഇടുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ പണി. ആലു പൊറോട്ടൻ്റെ മാവ് റെഡിയായി. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊന്ന് നോക്കിക്കളയാം. ആദ്യം ഇട്ട ഉപ്പന്നെ കണക്കായിട്ടുണ്ട്, റെഡിയായി. ചെറുങ്ങനെ ആട്ട ഉരുട്ടി ഉണ്ടാക്കുന്ന വിധം കാണിച്ചിരുന്നേ. എന്നിട്ട് മാവ് ഇതിനുള്ളിൽ മാവ് നിറച്ച് ഇതിങ്ങനെ ഫോൾഡ് ചെയ്യാം. ഇങ്ങനെയാക്കി ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ചില സമയം പൊട്ടിപ്പോവും. വെച്ച്
ചൂടായാൽ നമുക്കതെടുത്ത് ഇടാം. ചൂടായി ഇട്ടിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഇനി ഓയിലൊന്നും ഇങ്ങനെ വെച്ചിടാനില്ല. വെച്ചിട്ട് ചില സമയം പൊട്ടിപ്പോവും. മാവ് കുറച്ചൊരു ലൂസാകുക. നല്ല രസമാണ്. പച്ചമുളകും മല്ലിയിലയും കരിവേപ്പിലയും അതെല്ലാം കൂടി കടിക്കുമ്പം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഇവിടെ കറിയുടെ ആവശ്യമില്ല, തൈര് മതി. തൈരും ഈ പൊറോട്ടയും കഴിക്കാൻ നല്ല ടേസ്റ്റ്. അച്ചാറുണ്ടെങ്കിൽ അച്ചാർ. ഞാനധികം തൈര് എടുക്കും. നല്ല നല്ല കളറായി വന്നില്ലേ? അടിപൊളി. ആയി വരുന്നത്. നമുക്ക് എല്ലാ ഭാഗത്തും ആയി. ഇത്രേ പണിയുള്ളൂ. പൊറോട്ട റെഡി. തൈരിൻ്റെ കൂടെ കഴിക്കാം. അച്ചാർ ഉണ്ടെങ്കിൽ അച്ചാർ. ഇത്രേ ആവശ്യമുള്ളൂ. ഞാൻ ഒരു രീതിയിലുള്ള പൊറോട്ട പറഞ്ഞു തന്നു. ഇനി വേറൊരു രീതിയിൽ ഇത് ഉണ്ടാക്കുന്ന വിധം പറഞ്ഞുതരാം. ഇങ്ങനെ പരത്തി കുറച്ച് മാവ് ലൂസായതുകൊണ്ടാണ് പൊടി എടുക്കേണ്ടി വരുന്നത്. അല്ലെങ്കിൽ പൊടി അധികം എടുക്കേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ പരത്തി വെച്ച് അതുപോലെ തന്നെ അത്ര തന്നെ വലുപ്പമുള്ള വേറൊരു ഇത്ര തന്നെ എടുത്ത് എന്നിട്ട് ഇത് ഈ ഒന്നിലേക്ക് അതി മാവ് ഇടുക. മാവ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഈ വേറൊരു മാവ് എടുത്തിട്ട് ഇങ്ങനെ കവറിങ് ചെയ്യുക. എന്നിട്ട് ഈ സൈഡിൽ ഇങ്ങനെ കവർ ചെയ്യുക. ഇങ്ങനെ നമുക്ക് ഒന്നുള്ളത് രണ്ട്. ഈ ഒന്ന് തിന്നു കഴിഞ്ഞാൽ രണ്ട് തിന്നതിനുള്ള എളുപ്പ വഴി. ഇതെല്ലാം കവർ ചെയ്യണം, അല്ലെങ്കിൽ ഇതിലൂടെ മസാല പുറത്തേക്ക് വന്ന് കളി. കവറിങ് വേണം നന്നായിട്ട്. പരത്തുക. ഉണ്ടാ നന്നായിട്ട് പരത്താൻ പറ്റും. ഉണ്ടാവും. ഈസിലി പരത്താൻ പറ്റും. പിന്നെ കല്ല് വേണം. കല്ലാണ് വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഇട്ട്
ആയിട്ടില്ല. ചൂടായ കുറച്ച് ചൂടായത് കുറവാ. നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് ഇതിലേക്ക് വെള്ളം വെക്കും. അങ്ങനെ എടുക്കുള്ളൂ, ആക്കുന്നുള്ളൂ. ആ ഭാഗം നല്ലോണം ആളുണ്ടാവും. തിരിച്ചിടാം. നമുക്ക് തിരിച്ചിടാം. തിരിച്ചിട്ട് ഞാനിങ്ങനെ പൊന്തിക്കൊള്ളും. നടുവിലെല്ലാം മസാല തേക്ക് ഉണ്ടാ പൊന്തി ഉണ്ടാ നല്ല. ഈ ഒന്ന് തിന്നാ മതി. 2 ചപ്പാത്തി അല്ലേ, 2 ചപ്പാത്തിന്റെ മാവല്ലേ ഇതിനുള്ളിടുന്നത്. അപ്പൊ ഈ ഒന്ന് തിന്നാൽ മതി. അങ്ങനെ ഇതും ആയി. അങ്ങനെ ഇതും ആയി. ഈ പൊറോട്ടയും റെഡി. ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. 1 വെച്ചിട്ടുണ്ടാക്കാം, 2 വെച്ചിട്ടുണ്ടാക്കാം, എളുപ്പത്തിൽ.